ഞാൻ 2 ദിവസം മുന്നേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കെന്ന സിനിമയിലെ നായക കഥാപാത്രത്തെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ. അതേ ടോപ്പിക്കിൽ ഒരു കറക്ഷൻ നടത്തിക്കൊണ്ടുള്ള വീഡിയോ ആണിത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ പണ്ടെപ്പോഴോ കണ്ടുമറന്ന സിനിമകളെ പറ്റിയാണ് ഇവിടെ സംസാരിക്കാറ്. കണ്ടന്റിൽ തെറ്റുകൾ വരുത്തരുത് എന്നുള്ളത് കൊണ്ട് വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ആ സിനിമയുടെ കഥ ഗൂഗിളിൽ ചെന്നൊന്ന് വായിക്കും. എന്നാൽ ആ വായനയാണ് എനിക്കിവിടെ പണി തന്നത്. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ നായിക തന്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് അഫെയറിനെ പറ്റി നായകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു എൻ്റെ ഓർമ്മ. വിക്കിപീഡിയ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ അത് തന്നെയാണ് കണ്ടത്. എന്നാൽ ഞാൻ ചെയ്ത ആ വീഡിയോയുടെ കീഴെ ഒരുപാട് എതിരഭിപ്രായങ്ങൾ കണ്ടു. അക്കൂട്ടത്തിൽപ്പെട്ട 3-4 കമന്റുകൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ കമന്റുകൾ ഞാൻ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആ അക്കൗണ്ടുകളിൽ നിന്ന് എൻ്റെ മുൻപത്തെ പല വീഡിയോകളിലും വന്ന കമന്റുകൾ വീഡിയോയിൽ ഞാൻ എന്ത് കാര്യമാണോ പറഞ്ഞിരിക്കുന്നത് അതുമായി ചേർന്ന് നിൽക്കുന്നവയാണ്. എന്ന് വെച്ചാൽ ഏറെക്കുറെ എൻ്റെ അതേ അഭിപ്രായമുള്ളവർ. എന്നാൽ അവരും ഓപ്പോസിറ്റ് പക്ഷത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്നാൽ സിനിമയൊന്ന് കണ്ടുകളയാം. എവിടം വരെ കാണാൻ? നായിക ഓൾറെഡി തനിക്കുള്ള അഫെയർ നായകനോട് പറയുന്ന ആ സീൻ കാണാൻ വേണ്ടി. എന്നാൽ സിനിമ തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂറായി, 3/4 മണിക്കൂറായി. ഒടുക്കം സിനിമ തുടങ്ങി കൃത്യം 1 മണിക്കൂറും 7-ാമത്തെ മിനിറ്റും എത്തിയപ്പോൾ നായിക തൻ്റെ അഫെയറിൻ്റെ കാര്യം നായകനോട് പറഞ്ഞോ? ഇല്ല. മറിച്ച് നേരെ വന്ന് തനിക്ക് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത്രയും കാലം നായകനുമായി അടുത്തിടപഴകിയ നായിക പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതും പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നായിക തൻ്റെ അഫെയറിനെ പറ്റി ആദ്യമായി നായകനോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള എൻ്റെ വാദമൊക്കെ കംപ്ലീറ്റ്ലി തെറ്റാണ്. വിച്ച് മീൻസ് ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ് ആൻഡ് യു ഗൈസ് കറക്റ്റഡ് ഇറ്റ് ഫോർ മീ.